നിങ്ങളിൽ കുറച്ചുപേരെങ്കിലും ചെറുതിലെ 9ാമത്തെ പ്ലാനറ്റായ പ്ലൂട്ടോനെ പറ്റി പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടാണ് അതിന്റെ പ്ലാനറ്റ് പദവി എടുത്തു മാറ്റിയതെന്ന് അറിയാവോ? 1930-ൽ ക്ലൈഡ് തോംബ എന്ന വ്യക്തിയാണ് പ്ലൂട്ടോയെ കണ്ടെത്തുന്നത്. അന്ന് സയന്റിസ്റ്റുകൾ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് പ്ലൂട്ടോയ്ക്ക് ഭൂമിയേക്കാൾ വലുപ്പമോ ഉണ്ടായിരിക്കുമെന്നാണ്. പക്ഷേ കാലക്രമേണ ആ എസ്റ്റിമേറ്റുകൾ ചെറുതായി പ്ലൂട്ടോ ചന്ദ്രനേക്കാൾ ചെറുതാണെന്ന് തെളിയിക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2005-ൽ ഏരീസ്, മേഘ്, ഹൗമിയെ എന്ന ഒബ്ജക്റ്റുകൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ കണ്ടെത്തുന്നത്. അവയും പ്ലൂട്ടോയെ പോലെ തന്നെ റൗണ്ട് ഷേപ്പിലുമാണ്. മാത്രമല്ല അവ സൂര്യനെയാണ് വലം വയ്ക്കുന്നത്. പ്ലൂട്ടോയെ ഒരു പ്ലാനറ്റായി കണക്കാക്കുമ്പോൾ നമുക്ക് ഇവയെയും പ്ലാനറ്റായി പ്രഖ്യാപിക്കേണ്ടി വരും. അങ്ങനെ ചുമ്മാ പ്ലാനറ്റുകൾ ആഡ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഏകദേശം 100-110 പ്ലാനറ്റുകൾ 2025 ആകുമ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നേനെ. ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി 2006-ൽ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഒരു മീറ്റിംഗ് കൂടി. ആ വർഷം അവർ ഒരു പുതിയ നിർവചനം കൊണ്ടുവന്നു. ഒരു ഗ്രഹമാകാൻ 3 ചട്ടങ്ങൾ പാലിക്കണം. സൂര്യനെ ചുറ്റി ഭ്രമണം വയ്ക്കണം. സ്വാഭാവിക ആകർഷണവശാൽ ഉരുണ്ട രൂപം വേണം. അതിന്റെ ഭ്രമണപഥത്തിൽ മറ്റെന്തുമില്ലാതെ ഓർബിറ്റ് ക്ലിയർ ആക്കണം. പ്ലൂട്ടോയെ പോലത്തെ ഒബ്ജക്റ്റുകളും ആദ്യത്തെ 2 ചട്ടങ്ങൾ മാത്രമേ പാലിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ പ്ലാനറ്റ് എന്ന പദവി മാറ്റി ഡ്വാർഫ് പ്ലാനറ്റ് എന്ന പദവി നൽകുകയും ചെയ്തു. അല്ലെങ്കിൽ ആലോചിച്ചു നോക്കൂ, 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 100-110 പ്ലാനറ്റുകളുടെ പേര് നിങ്ങൾ പഠിക്കുന്നത്. കൂടുതൽ അറിയാൻ ഫോളോ ചെയ്യും.